നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ദുരൂഹതകളുണ്ടോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. 4 ദിവസമാണ് വിനോദയാത്രാ സംഘത്തിനൊപ്പം പോയ പെൺകുട്ടിയെ കാണാതായത്. വിനോദയാത്രാ സംഘത്തിനൊപ്പം സാധാരണ പോകുന്ന കുട്ടികളെ കാണാതാവുന്നതും ഏതെങ്കിലും അപകടങ്ങളിൽ പെടുന്നതും ഒക്കെ സർവ്വസാധാരണയാണ്. പക്ഷെ ഇവിടെ സാഹചര്യം വ്യത്യസ്തമാകുന്നത് അവരുടെ മാതാപിതാക്കളോടൊപ്പം, കുടുംബത്തോടൊപ്പം, വലിയ 40 പേരടങ്ങുന്ന ഒരു സംഘത്തോടൊപ്പമാണ് ഈ പെൺകുട്ടി പോയത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മളൊരു യാത്ര പോയാൽ ഒരു പെൺകുട്ടി ആ കൂട്ടത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മളൊന്ന് കരുതുകയും എവിടെയാണെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അവളുടെ കൂട്ടുകാരും ഒക്കെ ഉണ്ടാവാം. പക്ഷെ എങ്കിലും ഈ കൂട്ടുകാരെ അടക്കം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം മുതിർന്നവർക്കുണ്ട്. പക്ഷെ ഇവിടെ ഫോട്ടോ എടുക്കാൻ പോയി 15 മിനിറ്റിനകം പെൺകുട്ടിയെ കാണുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. അതിനിടയിൽ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ ചില വാദങ്ങൾ, ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് തന്റെ മകളെ ആരോ മയക്കുമരുന്ന് കൊടുത്ത് മയക്കി കൊണ്ടുപോയതാണ് എന്നാണ്. അങ്ങനെ ഒരു സംഘത്തോടൊപ്പം നിൽക്കുന്ന പെൺകുട്ടിയെ 15 മിനിറ്റിനകം മയക്കുമരുന്ന് കൊടുത്ത് കൊണ്ടുപോവുക, മയക്കിക്കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞത് ചിന്തിക്കുന്നത് പോലും സംഭവിക്കാത്ത കാര്യങ്ങൾ പോലെ തോന്നും. അസംഭവ്യമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് ഇവരുടെ അമ്മ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ വലിയ ദുരൂഹതകൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ ആ സമയത്തുണ്ടായിരുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും, അച്ഛനെയും അമ്മയെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും വിശദമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യണമെന്നാണ് എന്റെ പക്ഷം. 15 മിനിറ്റിനകം ആ പെൺകുട്ടി കാണാതാകുന്നു. ഇപ്പോൾ തലയ്ക്ക് പിന്നിലേറ്റ വലിയ അടിയാണ് മരണകാരണം എന്ന് പറയപ്പെടുന്നു. അത് ഒരുപക്ഷെ വീഴ്ചയിൽ സംഭവിച്ചതാവാം. പക്ഷെ അത്രയും 300 അടി താഴ്ചയിലേക്കാണ് വീണത്. ശരീരത്തിൽ ആകമാനം പാടുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർക്കറിയാം ഈ പാടുകൾ വീണുണ്ടായതാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിച്ചുണ്ടായതാണോ എന്നൊക്കെ അറിയാൻ സാധിക്കും. ഇപ്പൊ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണോ എന്ന് പറയുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബം കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെ അടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നൊരു ഒരു വലിയ ആശങ്ക എല്ലാ ജനങ്ങളുടെ ഇടയിലും ബാക്കി നിൽക്കുകയാണ്. ഒരു വിനോദയാത്രാ സംഘത്തിനൊപ്പം പോകുന്ന അച്ഛനും അമ്മയും അടക്കമുള്ളവരുടെ ഒപ്പം പോകുന്ന കുട്ടികൾ, ആ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ അത് ഈ സമയത്ത് പറയാമോ എന്നറിയില്ല, എങ്കിലും പറയുകയാണ്, മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് അതിൽ നല്ലവണ്ണം ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും മാതാവിന്റെയും പിതാവിന്റെയും ഒക്കെ പ്രതികരണം വരുമ്പോൾ, ആ പ്രതികരണം കാണുമ്പോഴും ആ കൂടുതൽ അന്വേഷണം വേണം എന്ന തരത്തിലുള്ള തോന്നലുകളും ഉണ്ടാവുന്നു. എങ്ങനെയാണ് ശ്രീനന്ദ മരിച്ചതെന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം. ആ കൂടെയുള്ള എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യുക, മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അവിടെ അത്രയും താഴ്ചയിലേക്ക് വീണ് 4 ദിവസമായി കാണാതായതെങ്കിൽ ആ മൃതദേഹത്തിന് അത്രത്തോളം കാലതാമസം ഉണ്ടാകണം. അത് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ? ഇത്രയും ആൾക്കാർ ഇരിക്കുന്നിടത്തു നിന്ന് എങ്ങനെയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക? ഇതൊക്കെ അസംഭവ്യമായി തോന്നും. ഏതായാലും ഇതിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അന്വേഷണം നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വിവരങ്ങൾ ഇതിൽ പുറത്തു വരേണ്ടതുണ്ട്. ശ്രീനന്ദയുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്തുക തന്നെ വേണം. കാരണം വലിയ ദുരൂഹത അവശേഷിപ്പിക്കുന്ന ഒരു കേസാണ് ഇതെന്ന കാര്യത്തിലും സംശയമില്ല.